നമസ്കാരം. മണി ട്രെൻഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈത്തോസ് ലിമിറ്റഡ് എന്ന കമ്പനിയെ കുറിച്ചാണ്. ഇതൊരു NSE ലിസ്റ്റഡ് കമ്പനിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രീമിയം വാച്ചുകൾ വിൽക്കുന്ന റീറ്റെയിൽ കമ്പനിയാണ്. 2003 ഈ കമ്പനി തുടങ്ങിയത്. ഈത്തോസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലക്ഷറി വാച്ച് ബുട്ടീക് ശൃംഖലയാണ്. ഇന്ത്യയിലെ 24 നഗരങ്ങളിലായി 75ഓളം ഷോറൂമുകൾ ഇവർക്കുണ്ട്. 65ഓളം ലക്ഷറി ബ്രാൻഡുകൾ ഇവർ വിൽക്കുന്നു. ഇവരുടെ ഷോറൂമുകളിൽ വിൽക്കുന്ന പ്രമുഖ ബ്രാൻഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒമേഗ, റാഡോ, റോളക്സ്, റൈറ്റ്ലിംഗ്, ടാഗ് ഹോയ തുടങ്ങിയ നിരവധി ലക്ഷറി ബ്രാൻഡുകൾ ഇവർ വിൽക്കുന്നു. ഈത്തോസ് ലിമിറ്റഡ് NSEയിലും BSEയിലും ലിസ്റ്റഡ് ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് പ്രൈസ് 2918 ആണ്. ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് 7810 കോടി രൂപയാണ്. PE റേഷ്യോ 81.7 ആണ്. കഴിഞ്ഞ 3 വർഷത്തെ CAGR റിട്ടേൺ 45.2% ആണ്. കഴിഞ്ഞ 3 വർഷത്തെ CAGR സെയിൽസ് ഗ്രോത്ത് 29.43%. 5 വർഷത്തെ നോക്കുകയാണെങ്കിൽ 22.28%. പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 3 വർഷത്തെ CAGR നോക്കുകയാണെങ്കിൽ 61.41% ആണ്. 5 ഇയേഴ്സ് നോക്കുകയാണെങ്കിൽ 373.69% ആണ്. ROCE നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 3 വർഷം 18.52% ആണ്. കഴിഞ്ഞ 5 വർഷം നോക്കുകയാണെങ്കിൽ 17.72% ആണ്. ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ 0 ആണ്. ഒമേഗ, റാഡോ, ബ്രൈറ്റ്ലിംഗ്, റോളക്സ് തുടങ്ങിയ 70ഓളം ബ്രാൻഡുകൾ ഇവർ വിൽക്കുന്നുണ്ട്. 75ഓളം ഷോറൂമുകൾ 26 സിറ്റീസിലായി ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നു. ഈത്തോസിന് 13% മാർക്കറ്റ് ഷെയർ പ്രീമിയം വാച്ചസ് സെഗ്മെന്റിലുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ ബ്രാൻഡുകൾ ഇവർ ആഡ് ചെയ്യുന്നു. ഗ്ലോബൽ ബ്രാൻഡുകൾ ഇവർ ആഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രീ ഓൺഡ് ആയിട്ടുള്ള സെഗ്മെന്റിലും ഇവർ പ്രവർത്തിക്കുന്നു. മാർച്ച് 2021 386 കോടി രൂപയായിരുന്നു സെയിൽസ്. അത് മാർച്ച് 2022 ആയപ്പോൾ 577 കോടി രൂപയായി. മാർച്ച് 2023 ആയപ്പോൾ 788 കോടി രൂപയായി. മാർച്ച് 2024 ആയപ്പോൾ 997 കോടി രൂപയായി. മാർച്ച് 2025 ആയപ്പോൾ 1251 കോടി രൂപയായി. നെറ്റ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ 4 കോടിയിൽ നിന്നും 23 കോടി രൂപയായി. അതിന് അടുത്ത വർഷം 59 കോടി രൂപയായി. അതിനടുത്ത വർഷം 81 കോടി രൂപയായി. അതിനടുത്ത വർഷം 98 കോടി രൂപയായി. 5 കൊല്ലത്തെ വർധനവ് നോക്കുകയാണെങ്കിൽ 4 കോടിയിൽ നിന്ന് 98 കോടി രൂപ എത്തി. അതൊരു നല്ലൊരു വർധനവാണ്. കമ്പനിയുടെ ടോട്ടൽ റിസർവ്സ് നമുക്ക് നോക്കാം. 138 കോടി രൂപ, 212 കോടി രൂപ, 607 കോടി രൂപ, 857 കോടി രൂപ, 955 കോടി രൂപ. അതുപോലെ ക്യാഷ് ഫ്ലോ നമുക്കൊന്ന് നോക്കാം. പ്രോഫിറ്റ് ഫ്രം ഓപ്പറേഷൻസ് 6 കോടി രൂപ. പ്രോഫിറ്റ് ഫ്രം ഓപ്പറേഷൻസ് 6 കോടി രൂപ 2021. അത് 22 ആയപ്പോൾ 31 കോടി രൂപ. 2023 ആയപ്പോൾ 80 കോടി രൂപ. മാർച്ച് 2024 108 കോടി രൂപ. മാർച്ച് 2025 ആയപ്പോൾ 131 കോടി രൂപ. കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നമുക്ക് നോക്കാം. പ്രൊമോട്ടേഴ്സിന്റെ കയ്യിൽ 50.59%, ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ 19.96%, പബ്ലിക്കിന്റെ കയ്യിൽ 16.17%, FIIസിന്റെ കയ്യിൽ 13.29%. പ്രൊമോട്ടർ പ്ലഡ്ജിങ് 2025 14 സ്റ്റോറുകൾ ഇവർ ആഡ് ചെയ്തു. ഏകദേശം 80 കോടി രൂപയുടെ ക്യാപെക്സ് പ്ലാൻ ഇവർക്കുണ്ട്. ഏകദേശം 100ഓളം സ്റ്റോറുകൾക്ക് മേലെ എത്തിക്കാനാണ് ഇവരുടെ പദ്ധതി. ഇവർ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഹൈ ലക്ഷറി ബ്രാൻഡ്സിലും അതുപോലെ പ്രീ ഓൺ സെഗ്മെന്റിലുമാണ്. അതുപോലെ തന്നെ ഡിജിറ്റൽ ആൻഡ് ഓംനി ചാനൽ കേപ്പബിലിറ്റീസ് കൂട്ടാനുള്ള ശ്രമത്തിലാണ്. മാർച്ച് 2025 ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ വന്ന് 17% ഓപ്പറേറ്റിംഗ് മാർജിൻ 12% ആയിരുന്നു. നെറ്റ് പ്രോഫിറ്റ് മാർജിൻ 7% ആണ്, 7.85% ആണ്. 2021 നോക്കുകയാണെന്നുണ്ടെങ്കിൽ 14% 14.4% ഓപ്പറേറ്റിംഗ് മാർജിൻ 6% നെറ്റ് പ്രോഫിറ്റ് മാർജിൻ 1% ആയിരുന്നു.
അപ്പോൾ 1% നിന്നാണ് 7.85%, 5 കൊല്ലം കൊണ്ട് ഒരു പെർസെന്റ് നെറ്റ് പ്രോഫിറ്റ് മാർജിനിൽ നിന്ന് 7.85% പ്രോഫിറ്റ് മാർജിനിലേക്കാണ് വന്നിട്ടുള്ളത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് മാർജിനാണ് കമ്പനിക്കുള്ളത്. ജൂൺ 2025 346 കോടി രൂപയായിരുന്നു സെയിൽസ്. നെറ്റ് പ്രോഫിറ്റ് വന്ന് 20 കോടി രൂപയായിരുന്നു. അതേസമയം സെയിം ഇയർ ജൂൺ 2025 346 കോടി രൂപയായിരുന്നു സെയിൽസ്. അതേസമയം 2024 273 കോടി രൂപയായിരുന്നു സെയിൽസ്. മാർച്ച് 2025 311 കോടി ഉണ്ടായിരുന്നത് അത് ജൂൺ 2025 ആയപ്പോൾ 346 കോടി രൂപയായി. നെറ്റ് പ്രോഫിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 20 കോടി രൂപയായിരുന്നു ജൂൺ 2025. കഴിഞ്ഞ കൊല്ലം ഇതേ സമയം ജൂൺ 2024 22 കോടി രൂപയാണ് നെറ്റ് പ്രോഫിറ്റ്. മാർച്ച് 2025 24 കോടി രൂപയായിരുന്നു നെറ്റ് പ്രോഫിറ്റ്. ജൂൺ 2025 അത് 20 കോടി രൂപയായി. കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് വന്ന് 7751 കോടി രൂപയാണ്. പി റേഷ്യോ 83 പ്രൊമോട്ടർ ഹോൾഡിംഗ് നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്താണ്, 50% ആണ്. 2 എക്സ്ചേഞ്ചിൽ ലിസ്റ്റഡ് ആണ്, NSEയിലും BSEയിലും. 2022 മെയ്യിലാണ് ഈ കമ്പനി ലിസ്റ്റ് ആയത്. ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യയിൽ റിച്ച് ആയിട്ടുള്ള ആളുകളുടെ പോപ്പുലേഷൻ കൂടി വരികയാണ്. അതുപോലെ ലക്ഷറി ബ്രാൻഡുകൾക്ക് ഡിമാൻഡ് കൂടി വരികയാണ്. അതുപോലെ പ്രീ ഓൺഡ് ആയിട്ടുള്ള വാച്ചസിന്റെ ഡിമാൻഡ് കൂടുതലാണ്. ഹൈ ലക്ഷറി വാച്ചസ് സെഗ്മെന്റും വളരെയധികം ഗ്രോത്തിലാണ്. Tier 2, Tier 3 എക്സ്പാൻഷൻ പൊട്ടൻഷ്യല് കണ്ടമാനമുണ്ട്. എന്തൊക്കെയാണ് റിസ്കുകൾ നോക്കാം. വളരെ വലിയ വർക്കിംഗ് ക്യാപിറ്റൽ വേണ്ട ഒരു മേഖലയാണത്. അതുപോലെ തന്നെ വലിയ ഇൻവെന്ററി കോസ്റ്റും വരും. മാർജിൻ പ്രഷേഴ്സ്, അതുപോലെ ഹൈ വാല്യുവേഷൻ, കറൻസി ഫ്ലക്ച്വേഷൻസ്, അതുപോലെ ബ്രാൻഡ് സപ്ലൈ റിസ്കുകൾ, ഇങ്ങനത്തെ കുറെ റിസ്കുകൾ ഇതിന്റെ ഒപ്പം വരുന്നുണ്ട്. ഏർണിങ്സ് ഗ്രോത്ത് പ്രൊജക്ട് ചെയ്യുന്നത് 28.6% ആണ് ആനുവലി. അതുപോലെ റവന്യൂ ഇൻക്രീസ് എക്സ്പെക്ട് ചെയ്യുന്നത് 22.2% ആണ്. റിട്ടേൺ ഓൺ ഇക്വിറ്റി കഴിഞ്ഞ 3 കൊല്ലം 12.5%. ഡെറ്റ് റിഡക്ഷനുള്ള പ്ലാനുകളുണ്ട്. അതുപോലെ എക്സ്പാൻഷന് വേണ്ടിയിട്ട് കുറെ അധികം പുതിയ സ്റ്റോറുകൾ ഓപ്പൺ ചെയ്യാനുള്ള പ്ലാനുകളുണ്ട്. അതുപോലെ കൂടുതൽ ബ്രാൻഡ് പാർട്ട്ണർഷിപ്പുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട് കമ്പനി. ഈത്തോസ് ഇന്ത്യയിലെ ലീഡിംഗ് ലക്ഷറി വാച്ച് റീറ്റെയിലർ ആണ്. വളരെ സ്ട്രോങ് ഗ്രോത്ത് ഉള്ള ഒരു കമ്പനിയാണ്. അത് സെയിൽസ് ആയാലും അതുപോലെ പ്രോഫിറ്റ് ആണെങ്കിലും നല്ല ഗ്രോത്ത് ഉള്ള ഒരു കമ്പനിയാണ്. കമ്പനി നല്ല മാർജിനിലാണ് പ്രൊഡക്റ്റുകൾ വിൽക്കുന്നത്. അതുപോലെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള എക്സ്പാൻഷൻ പ്ലാനുകളുണ്ട്. കൂടുതൽ സ്റ്റോറുകൾ ആഡ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. അതുപോലെ ഡിജിറ്റൽ പ്രസൻസ്, ഓൺലൈൻ പ്രസൻസ് പുഷ് ചെയ്യാനുള്ള പദ്ധതികളുണ്ട്. അതുകൊണ്ട് ലോങ് ടേം ഔട്ട്ലുക്ക് വളരെ സ്ട്രോങ് ആണ്. പ്രൈസസ് അട്രാക്റ്റീവ് ആണ്. ബട്ട് ഹൈ വാല്യൂഡ് എന്ന് പറയാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ PE റേഷ്യോ 3 ആണ് PE റേഷ്യോ വരുന്നത്. റീറ്റെയിൽ സെഗ്മെന്റിൽ ഇതൊരു നല്ലൊരു സ്റ്റോക്കാണ്. ഈത്തോസ് ബൈ ചെയ്യാനുള്ള ടോപ്പ് 3 റീസൺസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്ട്രോങ് സെയിൽസ് ആൻഡ് നെറ്റ് പ്രോഫിറ്റ് ഗ്രോത്ത്. രണ്ടാമത്തെ റീസൺ ബ്രാൻഡ് പാർട്ട്ണർഷിപ്സ്. ലോകത്തെ തന്നെ 70ഓളം ടോപ്പ് ബ്രാൻഡുകളുമായിട്ടുള്ള ഹൈ പ്രീമിയം വാച്ച് കമ്പനികളുമായിട്ടുള്ള ടൈപ്സ്. അതുപോലെ ഹൈ കസ്റ്റമർ ലോയൽറ്റി. ഏകദേശം 300,000ഓളം വരുന്ന ഒരു കസ്റ്റമർ ബേസ് ഉണ്ട് അവർക്ക്. അതിൽ വളരെയധികം റിപ്പീറ്റ് പർച്ചേസ് അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം 50%ഓളം റിപ്പീറ്റ് പർച്ചേസ് അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കമ്പനിക്ക് വളരെ അഗ്രസീവ് ആയിട്ടുള്ള എക്സ്പാൻഷൻ പ്ലാൻ ഉണ്ട്. 86 സ്റ്റോറുകൾ ഓൾറെഡി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. അത് 100 സ്റ്റോറിലേക്ക് വർഷാവസാനം എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈത്തോസ് എന്ന കമ്പനി നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യും. താങ്ക് യു.